നമ്മുടെ ചാനൽ. അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ സ്ഥലം കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ, നമ്മളിന്ന് വീട്ടിലല്ല, പൊന്നിൻ്റെ അവിടെയാണ്. അപ്പോൾ രാവിലെ തൊട്ട് എല്ലാവരും അവിടെ കിടന്നും തീർന്നു, ഉച്ച സമയമായിട്ട്. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തേക്ക് പോകുന്ന പരിപാടിയാണ്. ഞങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കിയില്ല കേട്ടോ, ഉണ്ടാക്കണ്ടെന്ന് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ. എനിക്ക് എനിക്കെല്ലാം ഇഷ്ടം. ഏതാ ഇതാണ് ഇവിടുത്തെ, എനിക്ക് ഏതാ ഇട്ട് നടക്കാൻ സുഖിച്ച എന്താ കൊടുക്ക എന്താ കൊടുക്ക എന്തുണ്ടായി ഞാൻ എന്ത് ചെയ്തപ്പോ നേരിട്ട് വെള്ളമില്ല, നെയ്യ് പോലെ എന്തോ സാധനം വരിക, മെഴുക്ക് മെഴുക്ക് മിക്ക ശരീരം വെളിച്ചെണ്ണ ചോദിച്ചോണ്ടാണോ അറിയാം. നമ്മുടെ ഗ്രാമത്തിന്റെ ഭംഗിയും കാര്യങ്ങളും അറിയണമെങ്കിൽ നമ്മൾ സിറ്റിയിൽ വന്ന് താമസിക്കണം അല്ലേ. സത്യം പറഞ്ഞാൽ ഇവിടുത്തെ വീട് അടിപൊളി ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ ആട്ടോ. പക്ഷെ വെള്ളത്തിനാണ് ഒരു ചെറിയ മിസ്റ്റേക്ക്. മഴക്കാലം കുഴപ്പമില്ല അല്ലേ. അങ്ങനെ നമ്മൾ പൊന്നിൻ്റെ വീട്ടിൽ നമ്മൾ ഉച്ചത്തെ ഫുഡ് കഴിക്കാൻ പുറത്തേക്ക് പോകാൻ നിൽക്കട്ടോ. അപ്പം ഞങ്ങൾ വിചാരിച്ചു പൂരൊക്കെ കാരണം തൃശ്ശൂർ ടൗണിലേക്ക് പോയി ഞാൻ ആകെ കടത്തി വീടും കാര്യങ്ങളൊന്നും. അപ്പം ഞങ്ങൾ തന്നെ ശോഭയിൽ പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വെച്ചിട്ടാണ്. അങ്ങനെയാണ് ശോഭയ്ക്ക് പാടെ ഒരുക്കാട്ടോ. വീട്ടിൽ ഫുഡ് ഉണ്ടാക്കാമെന്ന് പറയുമ്പോൾ ഞാൻ വേണ്ട പുറത്തുനിന്ന് കഴിക്കാമെന്ന് ഞാനെ പറഞ്ഞിട്ട്. എന്താ വെച്ചാൽ പൊന്നിന് കാർത്തൂൺ വെച്ചിട്ട് ഒന്നും ചെയ്യുന്നില്ല. പിന്നെ എനിക്ക് അടുക്കള മാറി കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് എല്ലാ സാധനങ്ങളും എവിടെ ഇരിക്കണം ഇങ്ങനെ ഇരിക്കണം എന്നൊക്കെ അറിയാത്തതിൻ്റെ ഒരു തപ്പിൽ. പിന്നെ അവിടുത്തെ പാചകം കുറച്ച് ഹൈറ്റ് ഉള്ളൂ. ഇടയ്ക്ക് കുറച്ചാണ് നിന്ന് പണിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് പോലെ എനിക്ക് സ്വന്തമായിട്ട് ഫീൽ ചെയ്തു. എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഞങ്ങളുടെ വീടിൻ്റെ കിച്ചൺ പണിയുമ്പോൾ അവിടെ പണിയുന്നോട് ഞാൻ അടുത്ത് വന്നിട്ട് എനിക്ക് അത് ഹൈറ്റുള്ള പാതിമറ വേണ്ടെന്നൊന്ന് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ അതായിരുന്നു കേട്ടോ. പാതിമറ ഒരുപാട് ഹൈറ്റ് വേണ്ടെന്ന്. അപ്പോൾ ഇവിടുത്തെ ഹൈറ്റ് കൂടി പാതിമറ എനിക്ക് പണിയെടുക്കാൻ പറ്റിയിരുന്നില്ല. ഉച്ചത്തെ ഫുഡ് അടിക്കുക, ശോഭയെ പോയിട്ട് ഫുഡ് അടിച്ചു. അത് കഴിഞ്ഞ് നേരെ ഉച്ചത്തെ ഫുഡ് കഴിക്കുമ്പോൾ 5 മണിയൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം. പിന്നെ നേരെ ഞങ്ങൾ പൂരപ്പറമ്പിലേക്ക് പോയി. നേരെ പോയില്ല, കുറച്ചൊക്കെ റൗണ്ടിലേക്ക് ഇറങ്ങി പിടിച്ച് പൂരപ്പറമ്പിൽ പോയി. ഒന്ന് തിരക്ക് പറയണവർക്ക് വെയിറ്റ് ചെയ്തു. പൂരം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പൂരപ്പറമ്പിൽ പോയി. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ വീടെത്തുമ്പോൾ 11 മണി ആയിട്ടാണ്. പിന്നെ കുണുക്കനും കുഞ്ഞിനും ഉറങ്ങിയില്ല. ബാക്കിയുള്ളവരൊക്കെ ഒന്ന് ഉറങ്ങിയിട്ടാ. ഞാൻ 1 മണിക്കൂർ തന്നെ കേട്ടോ, 1 മണിക്കൂറൊക്കെ ഉറങ്ങിയിട്ടുണ്ട്. അങ്ങനെ കുറേശ്ശെ നേരം ഉറങ്ങി. അപ്പോൾ കുണുക്കിക്ക് വെടിക്കെട്ട് കാണാൻ പോകണം. എന്താണെന്ന് പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ കഴിഞ്ഞ കൊല്ലം നമ്മൾ ഇതേ സ്ഥലത്ത് തന്നെയായിരുന്നു നമ്മുടെ വണ്ടി ഇട്ടത്. വടക്കേശ്വര സ്റ്റാൻഡിൽ ഇവിടെ തന്നെയായിരുന്നു വണ്ടി. അന്ന് ഞങ്ങൾ തട്ടുകട. അപ്പോൾ ആ കഴിഞ്ഞ കൊല്ലം ഞാനും അതിനായിട്ട് കുണുക്കിക്ക് വണ്ടിയിട്ടിരുന്നു കേട്ടോ. ഒരു ഉറങ്ങണാനും ഇവർ എടുത്തോണ്ടില്ല. പൊന്നും ഷെബിയും കുഞ്ഞിനും കണ്ടിട്ടോ. അവർ വെടിക്കെട്ട് ലൈഫിൽ ആദ്യമായിട്ട് കഴിഞ്ഞ കൊല്ലം കാണുന്നുട്ടാ. അപ്പോൾ ഈ കൊല്ലം നമുക്ക് കാണണ വേണ്ടെന്നുള്ളൊരു ഇതിലായിരുന്നു. അപ്പം ഞാൻ ചിന്തിച്ചു, നമ്മുടെ തൃശ്ശൂർക്കാരുടെ ഒരു അഹങ്കാരമല്ലേ തൃശ്ശൂർ പൂരം വെടിക്കെട്ടൊക്കെ. അപ്പോൾ ഇത്രയും അടുത്ത് ദൈവം അനുഗ്രഹിച്ച് നമുക്ക് തന്നിട്ട് കഴിഞ്ഞ കൊല്ലം അതിൻ്റെ മുന്നത്തോരൊക്കെ നമ്മൾ കുന്നോളത്ത് വലിയ വെടിക്കെട്ട് കാണാൻ പിടിക്കുന്നു. ഇപ്പം നമുക്ക് തൊട്ടടുത്തുണ്ടായിട്ട് കാണാൻ പോയിരുന്നെങ്കിൽ അതിൻ്റെ ഒരു എല്ലാവരും കേട്ടാ വിഷമാവും. നമുക്കത് തീരാ നഷ്ടമായി മാറും. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും വെടിക്കെട്ട് കാണാൻ പോകാതെ ഞങ്ങളൊരു കണ്ട ജനങ്ങള് ലക്ഷക്കണക്കിന് ആൾക്കാർ ഇത് കാണാൻ വേണ്ടി എന്നൊക്കെയോ ആൾക്കാർ വന്ന് കാണുമ്പോഴാണ് നമുക്ക് അറിയാട്ടാ. പൊന്നു ഷെബിന് അവിടെ കിടന്നു. പിന്നെ ഞാൻ നിർബന്ധിക്കാനും പോയില്ല. അപ്പോൾ കാത്തും കൂടി അവിടെ കിടന്നു. ഞങ്ങൾ 5 കൂടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വിടുത്ത ഞാൻ പൊന്നോട് പറഞ്ഞു ഡ്രസ്സും കാര്യങ്ങളൊക്കെ ബാഗിലൊക്കെ നിങ്ങൾക്ക് നേരെ വീട്ടിൽ വിട്ടാൽ മതിയായിരുന്നു.
എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയി ഉറങ്ങി നേരം വൈകും, നമുക്ക് കാര്യങ്ങളൊക്കെ ഡിലേ ആവും. നാളെ കുഞ്ഞിന് എക്സാം ഉണ്ട്, ഒക്കെ കുറെ കേസുകൾ ഇതാവും. പക്ഷെ കുഞ്ഞിന് എക്സാം ഉണ്ട്, നമ്മൾ നാളെ പോയില്ലേ അവിടെ പോയിട്ട് കിടക്കണം. പക്ഷെ ഇറങ്ങണമെങ്കിൽ വെയിലായിട്ട് ഇറങ്ങാൻ പറ്റും. കഴിഞ്ഞ ദിവസം എന്തി അപ്പൊ ഈ ആൾക്കാർ ഇഷ്ടം പോലെ കേട്ടാ, ജാതി മതം ഭേദമില്ലാണ്ടാണ് അല്ലേ? തീർച്ചയായിട്ടും ഒരു ജാതി ഒന്നും ഇല്ലാണ്ടാണ് തൃശ്ശൂർ പോകുന്ന ആൾക്കാര്. ഞങ്ങൾ ജാതി മതം ഉണ്ടാക്കി അങ്ങനെ വെച്ചിട്ട്. പക്ഷെ നമുക്ക് അത്ഭുതം ഈ പാതിരാത്രിക്കല്ലേ അവരൊക്കെ വരൂ ഇന്ന് ഫോർട്ടി വരിക. ഫോർട്ടിനൊന്നല്ല, അത് എത്ര ഉണ്ടെന്ന് നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റില്ല. അത്ര വണ്ടികളും കാണും, പെൺകുട്ടികളും കാറൊക്കെ നമുക്ക്. അപ്പൊ സമൃദ്ധി ജനങ്ങളും എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ സമയം 3:30. കുണിക്ക് സമയം കുറയ്ക്ക് ശബ്ദം കുറയ്ക്കുന്നേ. അപ്പൊ സമയം ഇപ്പൊ 3:30 ആയിട്ട്. അപ്പൊ ഏകദേശം വെടിക്കെട്ട ടൈമായി. അപ്പൊ നമുക്ക് നടന്നാലേ ഏട്ടാ വെടിക്കെട്ട് കണ്ടിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. വെടിക്കെട്ട് ഉഷാറാവാൻ വേണ്ടി നമുക്ക് അവസാനിക്കട്ടെ ഈശ്വര. നമ്മളെ എത്ര ലക്ഷക്കണക്കിന് ആൾക്കാര് വന്നിട്ടുള്ള അതൊരു ഭയങ്കര ഇത് തന്നെയാട്ടോ. പക്ഷെ നമുക്കിത് ഉറങ്ങാൻ വേഗം ഞങ്ങൾക്കിപ്പോൾ അങ്ങനത്തെ പറയാം ഉറങ്ങാം ബന്ധമാണ്. പക്ഷെ ആ ഉറങ്ങിപ്പോയ പിന്നെ നമുക്ക് രാവിലെ കഴിച്ചാൽ അതൊരു തീരാ നഷ്ടമായിരിക്കും. പക്ഷെ കഴിഞ്ഞ ഞങ്ങൾ വെടിക്കെട്ടൊക്കെ കഴിഞ്ഞ് വീട് രാവിലെ എത്തി അവിടെ ഉറങ്ങി. ഉച്ചയ്ക്ക് ഞങ്ങൾ ഇറങ്ങി. ഉച്ചയ്ക്ക് ഇറങ്ങിയിട്ട് ഞങ്ങളിവിടെ എത്തിയതും പൂരം അവസാനിച്ചു. പക്ഷെ നമുക്ക് ഗ്രൗണ്ടിലേക്ക് കയറാൻ പറ്റിയ വണ്ടി കൊണ്ട് അങ്ങനെ കൂടെ ഉണ്ടായത് പൂരം അവസാനിച്ചുകൊണ്ടാണ്. പക്ഷെ ഏറ്റവും ഒരു അത്ഭുതം പൂരം അവസാനിച്ച് മിനിറ്റിന്റെ ഉള്ളവിടെ എത്തുമ്പോഴേക്കും ആനൊക്കെ പോയി അതിന്റെ പൂരപ്പറമ്പ് ഇങ്ങനെ ഒരു പൂരം അവിടെ നടന്നു തോന്നില്ല. തൃശ്ശൂർ പൂരം ആ ഗ്രൗണ്ടിൽ നടന്നു പോലും നമ്മൾ അതിശയിച്ചു പോകും. അത്രയും കാര്യം തൃശ്ശൂർ മുനിസിപ്പാലിറ്റിയുടെ സ്റ്റാഫുകൾ അല്ലെ. ഈ കൊല്ലം എങ്ങനെ ഞങ്ങൾക്ക് അറിയില്ല. പക്ഷെ കഴിഞ്ഞ കൊല്ലം ഞാൻ ഇപ്പൊ ഇന്ന് ആലോചിച്ചപ്പോ ഭയങ്കര ഒരു അത്ഭുതം. മിനിറ്റുകളുള്ളിൽ ഞങ്ങളവിടെ കാണില്ല. അത്രയും അടിച്ച് ക്ലീൻ ആക്കി കത്തിക്കണതും കോരി കളയണതും എന്താ ആ ഗ്രൗണ്ട് കണ്ടോ നമ്മുടെ വീടിന്റെ മുറ്റം പോലും നമുക്ക് ഇങ്ങനെ അടിച്ചെടുക്കാൻ പറ്റില്ല. അതുപോലെയാണ് മുനിസിപ്പാലിറ്റി അത്രയും സ്റ്റാഫുകൾ ഉണ്ട്. എന്നാലും അത് ഇത്രയും മണിക്കൂറിനുള്ളിൽ അത് ചെയ്തെടുക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഇത് തന്നെയല്ലേ അല്ലേ? അത് പൂരം കഴിഞ്ഞ് മിനിറ്റുകളുള്ളിൽ ഇതൊക്കെ സെറ്റാക്കി വെച്ചിട്ട് വന്ന് അടിക്കണ പോലെയാ. അവിടെ റോഡൊക്കെ ക്ലോസ് ആക്കി കുറച്ച് പോലീസുകാർ കാര്യങ്ങളാ. അപ്പൊ നമുക്ക് കിട്ടാലോ ചേട്ടാ പോവാം. ഇതൊക്കെ ഇവിടെ വേറെ പൂരണ്ട് കാട്ടകമ്പാല് പൂരം കാണാൻ കാട്ടകമ്പാല് പൂരണ്ട്. ആ പടക്ക നോക്കി നോക്ക എത്ര ഉണ്ടോന്ന് അറിയില്ല. പോയി നോക്കാം നമുക്ക്. അതെ 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 നാട്ടുകാരെ പിടിച്ച് അടിക്കാൻ ഇതിന്റെ കക്കൂസ ഇങ്ങനെ ഇരിക്കല്ലേ, ഇങ്ങനെ മൂത്രമൊഴിക്കാം. എങ്ങനെയൊക്കെ അനേട്ടാ ഇത് കക്കൂസ, ഇതിങ്ങനെ ഇരിക്കാം, പിന്നെ ഇങ്ങനെ ഒഴിക്കാം. അങ്ങനെ പാരി ശശിയായി, ജനം ശശിയായി. ജനം ശശിയാകുമ്പോ നമുക്ക് നമ്മുടെ കാര്യം ആലോചിക്കുമ്പോഴാണ്. പക്ഷെ നമ്മളൊക്കെ പറഞ്ഞാൽ പണ്ട് കുന്നോളത്തിന്ന് വരുന്ന ഒരു വഴി പറയും. ഇപ്പൊ നമുക്ക് പൊന്നിൻ്റെ അടുത്ത് 2 കിലോമീറ്ററിന്റെ ദൂരമേ ഉള്ളൂ നമുക്ക് ഇപ്പൊ പറഞ്ഞ സ്ഥലത്തേക്ക് എത്താൻ. പക്ഷെ എത്രയോ അകലെന്ന്, എത്രയോ ദൂരം, എത്രയോ പ്രവാസികൾ, എത്രയോ ആൾക്കാർ, വിദേശികൾ, എത്രയോ ആൾക്കാർ വരുന്ന ഒരു പരിപാടി എന്ന് പറയുന്നത് ഇങ്ങനെ കുളം തോണ്ടി ഇപ്പൊ സമയം 5:30 ആവാനാ പോണു. 5:20 കറക്റ്റ് 5:20 ടൈമിലാണ്, പുലർച്ചെ നേരത്താണ് ഞങ്ങള് വീഡിയോ. 2:30ക്കാണ് ഞങ്ങള് 2:30ക്ക് ഇരിക്കണതാ.
നമ്മള് 2:30 വന്നിരിക്കും. രാത്രി വന്നവര് പോവാണ്ട് നിക്കണവരുണ്ട്. 6 മണിക്ക് രാവിലെ വന്നിരിക്കണവര്, രാവിലെ മുതൽ വന്നിരിക്കണവരുണ്ട്. എന്താ ഇപ്പൊ പൂരം ഇങ്ങനെ കൊളാക്കി. ഇത് സീറ്റ് കയറിയ കൈ നഗര കൊണ്ടത്. അപ്പൊ നിരാശ. ഇനിയിപ്പോ നമ്മളെ വെടിക്കെട്ടിന്റെ സമയം 5:20 ഇനിയിപ്പോ 6 മണിയാവും എനിക്ക് തോന്നുന്നു ഏകദേശം വെടിക്കെട്ട്. പക്ഷെ ആകാശമൊക്കെ വെളുത്തു കഴിഞ്ഞാൽ വെടിക്കെട്ടിന്റെ ഭംഗി പോയി. ശബ്ദം മാത്രമല്ലല്ലോ, വർണ്ണ കാഴ്ചകളാണല്ലോ ഇപ്പൊ തൃശ്ശൂർ പൂരത്തിന്റെ വെടിക്കെട്ടിന്റെ ഏറ്റവും ഭംഗി. പല വർണ്ണ കളറിലുള്ള അമിട്ടുകൾ വിരിയണതും കാര്യങ്ങളൊക്കെ ഇല്ല. പക്ഷെ എല്ലാം കൊള്ളാൻ തോന്നി. നിരാശ മാത്രം. ചില കൊല്ലം പ്രകൃതി മഴ പെയ്തിട്ടില്ല, കഴിഞ്ഞതിന് മുന്നത്തോല്ലാം പ്രകൃതി എന്താ പറയാ കോപിക്കാറുണ്ട്. ഇപ്രാവശ്യം ജനങ്ങളെ കോപിച്ച്, പോലീസുകാരെ കോപിച്ച്, എന്താണ് രാഷ്ട്രീയക്കാരെ കോപിച്ചെന്ന് വെച്ചാൽ ഒന്നും പറയാൻ പറ്റില്ല. രാഷ്ട്രീയത്തിന്റെ കളിയകത്ത് ഇങ്ങനെ കമന്റ് വന്നോണ്ടിരിക്കുന്നത് ലൈവില്. ഏതാണ് കളി എന്നൊന്നും നമ്മളെ പോലെ സാധാരണക്കാർക്ക് അറിയില്ല. എന്തായാലും സാധാരണക്കാർക്ക് ഒന്നും അറിയാം. ഒരുപാട് ആൾക്കാരുള്ള നിരാശയായിട്ടുള്ള മടങ്ങിപ്പോക്കിൽ ഞാൻ മണിക്കൂർ കണക്കായിട്ട് വണ്ടിയിൽ നിന്ന് കാണും. എല്ലാ ആൾക്കും ഒരു ബസ് നിറച്ച ആൾക്കാർ പോയിട്ടാണ്. 2 ബസ്സായി ഞാൻ ഇന്ന് കണ്ടു. അതിലെ നിറച്ച ആൾക്കാർ മടങ്ങി പോവാണ് പിടിക്കണേ. സ്വന്തം വണ്ടികളൊക്കെ അതിനുള്ള ബസ് കയറി വന്ന അവരുടെ അവസ്ഥ, അവരെ ഫേസിലൊന്നും രക്തോട്ടില്ലാത്തൊരവസ്ഥ, നിരാശ. അത്രയും കാണാൻ കൊതിച്ച് വന്നിട്ട് അവർ കാണാൻ പറ്റും. അത്രയും മണിക്കൂർ കണക്ക് ഈ ചൂടത്ത് വന്നിരുന്ന് അവർക്ക് അത് കാണാൻ പറ്റാണ്ടാകുമ്പോൾ അവിടെ നിരാശ ഉണ്ടല്ലോ. നമ്മള് കുറേ നേരം ഇപ്പൊ ഒരു 1.5 മണിക്കൂറൊക്കെ നമ്മള് റോട്ടിൽ പോയിരുന്നു. അവിടെ റോട്ടിലിരുന്നു 1.5 മണിക്കൂർ നമ്മളിരുന്നല്ലോ. അപ്പോഴേക്കും ഏകദേശം ഇതിന്റെ ചർച്ചക്കാരനും ആൾക്കാരിങ്ങനെ പറഞ്ഞു പോകുന്നപ്പോൾ ഞാൻ ന്യൂസ് അടിച്ച് നോക്കിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇപ്പൊ അടുത്ത സമയത്ത് നടക്കില്ല. അങ്ങനെ വണ്ടിയിൽ വന്നിരുന്നു. അപ്പൊ കുളക്കി സൈഡാവെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഓട്ടോറിക്ഷ ഞങ്ങളുടെ കാരണത്തിൽ ഞങ്ങൾക്ക് ഒരു ഓട്ടോറിക്ഷ കിട്ടി. ഞങ്ങളുടെ ഒരു ഭാഗ്യത്തിന് അത് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തതിൻ്റെ അവിടേക്ക് വന്നു. ഞങ്ങളവിടെ ഇരിക്കുക കേട്ടോ. ഞാൻ പോവാൻ പോകുന്ന കുറേ ആശയം പറഞ്ഞു. പക്ഷെ എന്നെ മനസ്സനുവദിക്കണില്ല. എന്താ വെച്ചാ ഇത് നമ്മള് ഓരോ മനസ്സിലെ ഓരോ ആഗ്രഹങ്ങളല്ലേ. അതിപ്പോ എന്നെ പോലെ ലക്ഷക്കണക്കിന് ആൾക്കാർ വന്നിട്ട് നിരാശയായിട്ട് പോകുമ്പോ ഉണ്ടാവുന്ന ഒരു അനുഭവം. എത്ര കുട്ടികളായാലും പെണ്ണുങ്ങളായാലും ആണുങ്ങളായാലും പിള്ളേരുകളായാലും നമ്മക്കൊന്നും ഇതൊക്കെ മലപ്പുറം, കോഴിക്കോട്, എവിടെ നിർത്തിയിട്ടാ ഞങ്ങൾക്ക് തന്നെ ഇവിടെ ഇപ്പൊ അവിടേക്ക് നടക്കണമെങ്കിൽ ഒരു 10-20 മിനിറ്റ് നടത്താൻ നമുക്ക് മേടിക്കാൻ കാണാം. ചിലരൊക്കെ എവിടെ വണ്ടി നിർത്തിയിട്ട് നടന്നു വേണ്ടി അറിയാം. എന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മൾക്ക് നേരത്തെ വന്ന് നോക്കുമ്പോൾ ഈ വഴിയൊക്കെ ബ്ലോക്ക് ആയിരുന്നു. പക്ഷെ കഴിഞ്ഞ കഴിഞ്ഞതിന് മുന്നേ തൊല്ലൊന്നും ഈ വഴികളൊന്നും, അതായത് അശ്വിനിയുടെ അവിടെ പാട്രയ്ക്ക് അതൊന്നും ബ്ലോക്ക് അല്ലായിരുന്നു. ഈ പ്രാവശ്യം ഭയങ്കരമായിട്ട് എല്ലാ റൂട്ടുകളും ബ്ലോക്ക് ചെയ്തു. അതൊക്കെയാണ് കാരണം എന്നാണ് ഇപ്പൊ അങ്ങനെ ഓരോ സൂചനകൾ വരുന്നത്. അറിയില്ല ഞങ്ങൾക്ക്, ന്യൂസിൽ അങ്ങനെയാ പറഞ്ഞത്. പോലീസുകാരെ കൂടുതല് എന്താ പറയാ ക്രമീകരണങ്ങളാണ്. എന്താ അതാണ് ഈ പ്രശ്നത്തിന് വഴിയൊരുക്കിയെന്നൊക്കെയാണ് പറയുന്നത് ന്യൂസ് ലൈവില്. കുറ്റം പറയാൻ പറ്റില്ല, ക്രമീകരണങ്ങളും വേണം. ഇതൊക്കെ എന്തെങ്കിലും ആയി അവരേനും ചെയ്തപ്പോ അവർക്കും മോതല്ലേ എന്താ. പക്ഷെ അതൊന്നും എനിക്കറിയില്ല. എനിക്കറിയാതെ തോന്നുള്ളൂ. ഒരുപാട് വയസ്സായതൊക്കെ വയസ്സായ പാപ്പപ്പോഴേക്ക് പാവം അവരൊക്കെ നിരാശകരമായിട്ടുള്ള ഈ തിരിച്ചു പോക്കുണ്ടല്ലോ. ഭയങ്കര വയസ്സായതല്ല, അവർ കാണാൻ കൊതിച്ച് വന്നിട്ട് അവർ കാണാൻ പറ്റാണ്ടാകുമ്പോണ്ടാവുന്ന നിരാശ ഭയങ്കരമായിരിക്കും അല്ലേ. ഇതിപ്പോ വാശിപ്പുറത്തായാലും എന്തെന്നെ ആയാലും ഇതൊരു വലിയ സമയം 5:30 ആകാശം വെളുത്തു കഴിഞ്ഞ പിന്നെ എന്ത് ഭയങ്കര വെടിക്കെട്ടിന് 6:30 തിരുവമ്പാടിയുടെ വെടിക്കെട്ട് പറയുന്നത്. പക്ഷെ 10 മിനിറ്റുള്ളില് തിരുവമ്പാടിയുടെ പാർമികാവിന്റെ പൊട്ടും പറഞ്ഞിട്ട് ഇപ്പൊ മണിക്കൂറോ ഒന്നായി ഞങ്ങളിവിടെ കാത്തിരിക്കണം. ഇതുവരെ ഒന്നും പൊട്ടിയിട്ടും ഒന്നുമില്ല. അതിന്റെ പ്രാന്തനായിട്ട് നിൽക്കുക. എന്താ ചെയ്യാ, ഈ നേരം വീട്ടിൽ പോയി സുഖമായിട്ട് നമുക്ക് എടുത്ത് ഉറങ്ങിയിട്ട് ചെയ്യാം. ഞങ്ങളുടെ അവസ്ഥ ഉറക്കം പോയി, എല്ലാം പോയി. അവർക്ക് നമുക്ക് വീട്ടിൽ പോകണോ? പോയിട്ട് എന്ത് ചെയ്യുന്നു തീരുമാനിച്ചാ? എന്തായാലും നനഞ്ഞു കുളിച്ചിട്ട് കേറാം. കിടന്നുറങ്ങി ഇവിടെ തന്നെ പൊട്ടുമ്പോ ഇരിക്കാം. എന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിച്ച് പോലെ നേരം ഉണ്ടാശന. ഇവിടെ കുളിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ചടങ്ങ്. അതാണ് പ്രശ്നം അല്ലേ. അതൊരു ചടങ്ങാണ്. വെള്ളം ഭയങ്കര മോശ കുളിക്കാനുള്ളത്. ഉപ്പാണ്, ഉപ്പുവെള്ളം, അതാണ് കുഴപ്പം. അയ്യോ എന്ത് ചെയ്യാം. ബസ്സുകളൊക്കെ അത് പോയാണ്. നമ്മുടെ സൈഡിൽ ബസ് ഇട്ടിട്ടുണ്ടായി, അവര് പോയി. ബസ്സിലൊക്കെ ആൾക്കാർ കയറിയിരിക്കണ്ട.
ആ ബസ് പോയി. അങ്ങനെ ഇനി എന്താ അവസ്ഥ എന്നുള്ളത് ബാക്കി നമ്മൾ പിന്നെ പറയാലോ ചേട്ടാ. തീർച്ചയായിട്ടും. കട്ട് ചെയ്തോ, ചാർജ് ചെയ്യാതെ. അങ്ങനെ ഞങ്ങളുടെ വെടിക്കെട്ടൊക്കെ കഴിഞ്ഞ് വന്ന് ഉറങ്ങി. വെടിക്കെട്ട് കണ്ടില്ല, അത് ഞാൻ പറഞ്ഞു. പിന്നെ ഇത് പൊന്നിൻ്റെ വീടെത്തി ഞാനൊരു 10-11 മണി വരെ ഉറങ്ങി. എല്ലാവരും ഉറങ്ങിയിട്ട് ഞങ്ങൾ കുഞ്ഞിനെ കൊണ്ട് എക്സാമിന് പോയി. എക്സാമൊക്കെ കഴിഞ്ഞ് വന്നിരിക്കട്ടെ. കുഞ്ഞിനെ കൊണ്ട് എക്സാമിന് പോയി. പൊന്നു ഷെബിന് അപ്പോഴേക്കും വീടെത്തിണ്ടാവും കേട്ടോ. ഒരു വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് ഇറങ്ങിയത്. പൊന്നു ഷെബി ഞാൻ നേരെ നമ്മുടെ വീട്ടിൽ പുറക്കുളത്തേക്ക് വന്നു. ഞങ്ങളങ്ങനെ നേരെ എക്സാമിന് പോയി. ഇവിടെ കോലരി എക്സാമിനൊക്കെ പോയി. ഇതിപ്പോൾ ബ്ലോക്കൊക്കെ കഴിഞ്ഞ് ചായ ഒന്നും കിട്ടാണ്ട് ഇപ്പോൾ ഒരു കരിമ്പ് ജ്യൂസ് ഒഴിച്ച് എല്ലാവരും തളർന്നു. കുണിക്കുമ്പോൾ പാതി ഛർദിച്ചിട്ട് എന്ത് ഫുഡാ ഇങ്ങോട്ട് വാ. എന്റെ പൊണ്ടാട്ടി വിശക്കുണ്ട് കേട്ടോ. അവന് എന്താ വേണ്ടെന്ന് അവനറിയില്ല. അവൻ്റെ അച്ഛനാണെങ്കിലും അവൻ ചോദിക്കുന്നത് ആഗ്രഹിക്കുന്നത് എന്താന്ന് അവൻ്റെ അച്ഛനും അറിയില്ല. ഞാൻ കാണിച്ചു തരട്ടെ. അവൻ്റെ അച്ഛൻ ആക്ഷൻ കട്ടിട്ട് വേണ്ട കൊടുക്ക. ആൾക്കാർക്ക് അറിയില്ല എന്തൊരു സാധനം കടിക്കണത്. 2 കൈ പിടിച്ചിട്ട് എങ്ങനെ അടിക്കുക. എന്നിട്ട് തന്നെ ബർഗറിൻ്റെ ആൾ. അങ്ങനെ ഞങ്ങളുടെ സ്വന്തം വീട്ടിലേക്ക് എത്തിയില്ലേ. സത്യം പറഞ്ഞാൽ എനിക്കും തന്നെയാണ് എവിടെയൊക്കെ പോയാൽ ഒരു ദിവസത്തിന് മേലെ എവിടെ നിന്നാലും ഞങ്ങൾക്ക് ഒരു ദിവസം എന്നല്ല, ഒരു മണിക്കൂർ നിന്ന് പിന്നെ ഞങ്ങൾക്ക് വിമർശനം അടിക്കും കേട്ടോ. ഞങ്ങൾക്ക് എത്ര വലിയ വീട്ടിൽ എത്ര സൗകര്യങ്ങളുള്ള വീട്ടിൽ വരും. ഞങ്ങൾ ഈ കുഞ്ഞ് കിടക്കയിൽ ഈ കുഞ്ഞ് അടുക്കളയിൽ വന്ന് പണിയെടുക്കുമ്പോൾ മനസ്സിന് സന്തോഷം ഉണ്ടല്ലോ. അത് എവിടെ പോയാലും കിട്ടില്ല കേട്ടോ. പക്ഷേ അതിന് പോകാൻ കാരണം എൻ്റെ കുണുക്കിന് ഒരുപാട് ഇഷ്ടം. ഫ്ലാറ്റിൽ കാര്യങ്ങളൊക്കെ നിൽക്കാൻ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ പോയത്. പിന്നെ ഞാൻ വന്ന വെച്ചാൽ ഞാൻ മീൻകറി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. എന്താ വെച്ചാൽ 2 ദിവസമായി നമ്മൾ ഹോട്ടൽ ഫുഡ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ കഴിച്ചതിന് ഒരു നേരമൊക്കെ ഫുഡ് കഴിച്ചതെന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ വരുമ്പോൾ വെട്ടുമീൻ കിട്ടുകയാണെങ്കിൽ അതായത് സുഖം 1/2 കിലോ മേടിച്ച് കഴിഞ്ഞാൽ പണി പെട്ടെന്ന് കഴിയും. അപ്പോൾ കിട്ടിയത് ഞാൻ കയ്യില കേട്ടോ. കുഴപ്പമില്ലാത്തൊരു അയില കിട്ടി. അപ്പോൾ അയില ഞാൻ പീസൊക്കെ എടുത്തിട്ട് വറുക്കാൻ വെച്ചു കേട്ടോ. വറുക്കാൻ വെച്ചു. അത് മസാല പറ്റിയതിന് ശേഷം മീൻ കറി ഉണ്ടാക്കാൻ പോയിട്ടോ. അപ്പോൾ മുളകിട്ട മീൻ കറി കേട്ടോ. അപ്പോൾ 2 വലിയ തക്കാളി, അല്ലെങ്കിൽ ചെറിയ തക്കാളി ആണെങ്കിൽ 3 ചെറിയ തക്കാളി കേട്ടോ. അതിലേക്ക് ഉപ്പിട്ടു ആവശ്യത്തിന്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. 2 ടീസ്പൂൺ മല്ലിപ്പൊടി കേട്ടോ. 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടു. പിന്നെ കാശ്മീർ ചില്ലി പൗഡർ 2 ടീസ്പൂൺ ഇട്ടു. പിന്നെ സാധാ മുളക് പൊടി ഇല്ലേ, അത് 1 ടീസ്പൂൺ ഇട്ടു. എന്നിട്ട് ഞാൻ വെളുത്തുള്ളി ഇടാൻ മറന്നു. കുഞ്ഞ് നന്നാക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 3 വലിയ വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. അത് എന്നിട്ട് നന്നായി അരച്ചെടുത്തു. എന്നിട്ട് തക്കാളി ഇടാൻ നമുക്ക് വെള്ളം ഒഴിക്കണം കേട്ടോ. പിന്നെ നമുക്ക് അതിലേക്കുള്ള വണക്കാളത് അരി കേട്ടോ. ഞാൻ ഒരു 5-10 ചെറുള്ളിയാണ് കേട്ടോ അരിഞ്ഞെടുക്കുന്നത്. പിന്നെ കറിവേപ്പില, ഒരു തുണ്ടം ഇഞ്ചി കേട്ടോ. പിന്നെ ഒരു 2-3 പച്ചമുളക് ഇട്ടാൽ 2 പച്ചമുളക് ഞാൻ ഇട്ടുള്ളൂ. പിന്നെ മുളകിട്ട കറിയില്ല. അപ്പോൾ ഓൾറെഡി എരിവോട് ഉണ്ടായിച്ചിട്ട്. പിന്നെ ഫ്രിഡ്ജിൽ മുതിരപ്പേരി ഉണ്ടായിരുന്നു ഞങ്ങൾ പോകണ അന്നത്തെ. അപ്പോൾ അതെടുത്ത് ചൂടാക്കാൻ വെച്ചു. അപ്പുറത്തെ ചട്ടിയിൽ ഞങ്ങൾ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് എവിടെ പോയി ഫുഡൊക്കെ കഴിച്ചാലും വീട്ടിൽ വന്നിട്ട് ആ ചോറുണ്ടുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ. അതുകൊണ്ട് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ പൊട്ടിച്ചു. ഉലുവ പൊട്ടിച്ചതിന് ശേഷം നമ്മൾ അതിലിരിക്കുന്നത് ഇഞ്ചി കേട്ടോ. ഇഞ്ചി നമ്മൾ കനം കുറച്ച് അരിഞ്ഞ കാരണം പെട്ടെന്ന് അങ്ങോട്ട് വാടും കേട്ടോ. അപ്പോൾ ഒന്ന് വാടിയ നേരം കൊണ്ട് കൊച്ചുള്ളി ഇട്ടു. പിന്നെ കറിവേപ്പില ഇട്ടു, പച്ചമുളക് ഇട്ടു കേട്ടോ. അതൊക്കെ നന്നായിട്ടൊന്ന് ശരിക്കും നല്ലോണം മൊരിഞ്ഞ് വരികയാണെങ്കിൽ കറി കേടാവേണ്ട എത്ര ദിവസം വേണമെങ്കിൽ നമുക്ക് എടുക്കാം കേട്ടോ. പക്ഷേ ഞാനത് അത്രയും മൊരിയിക്കാൻ നിന്നില്ല. എന്താ വെച്ചാൽ ഞങ്ങൾക്കിത് നാളെ രാത്രി ഉച്ചയാകുമ്പോഴേക്കും തീരുന്ന ഉറപ്പുള്ളത് കൊണ്ടാണ്. അല്ലേ കേട്ടോ ഉണ്ടാവുള്ളൂ മീൻ കറി. അപ്പോൾ ഇങ്ങനെ മുളകിട്ട് വെച്ചാൽ കറിയാകുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ കാശ്മീർ ചില്ലി പൗഡറൊക്കെ ആകുമ്പോൾ അധികം എരിവും ഉണ്ടാവില്ല. ചാറിനാണ് നല്ല തിക്കും. ഈ തക്കാളിയൊക്കെ അരച്ചാൽ നല്ല കൊഴുപ്പുള്ള ഒരു ഗ്രേവി കേട്ടോ. പിന്നെ അതൊരു 3/4 വശം മൂത്ത് വന്നപ്പോൾ ആയിരിക്കും ഞാൻ അരപ്പ് നന്നായി അരച്ചത് മൊത്തം തോണ്ടിയിട്ടോ. ഇതാണ് നമുക്ക് കുറച്ച് നേരത്തേക്കുള്ള ഒരു പണി. ഈ മീൻ കറി വയ്ക്കുമ്പോൾ നമുക്ക് കുറച്ച് ടൈം പിടിക്കുന്നത്. ഇതിങ്ങനെ ഇളക്കിയിട്ട് നമ്മളതിലത്തെ എണ്ണയിലുള്ള വെളിച്ചെണ്ണ നമ്മൾ ഓയിൽ അതിങ്ങനെ തെളിഞ്ഞ് വരണം. ഈ മസാലയുടെ കുത്തൊക്കെ പോയിട്ട് നല്ലൊരു ചുവപ്പ് നിറം വരണം കേട്ടോ. അതിനാണ് നമ്മൾ കുറച്ചിങ്ങനെ വണക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ അതിങ്ങനെ നല്ലോണം അവിടെ മാത്രമാണ് നമുക്ക് കുറച്ച് ക്ഷമയുടെ ആവശ്യം. അപ്പോൾ 2 ദിവസമായി ചോറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ചോറ് ഉണാളൊരു ആവശ്യം കേട്ടോ.
നമുക്ക് ഇവിടെ പോയിട്ട് എത്ര വലിയ ഫുഡ് കഴിച്ചാലും ഞങ്ങൾ മിഞ്ഞാന്ന് രാവിലെ ബ്രെഡോ ചായ കുടിച്ചു, പിന്നെ ഉച്ചത്തെ ഒരു ഫുഡ് രാത്രിത്തെ ഒന്നും കഴിച്ചില്ല അല്ലേ. പിന്നെ ഇന്ന് ഉച്ചയ്ക്കാണ് കഴിച്ചത്. അപ്പോൾ ഞങ്ങളത് ഒരു നേരമൊക്കെ നമുക്ക് ഫുഡ് വേണ്ടു, വീട്ടിലത്തെ ഫുഡാകുമ്പോൾ ബാക്കി ഇഷ്ടമാട്ടോ. അപ്പം പിന്നെ കുറേ നാളായിട്ടുണ്ട് ഒരു ആഗ്രഹം കേട്ടോ. ഞാൻ വീട് വെച്ചതിന് ശേഷം ഞാൻ ഉണ്ടാക്കിയത് എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഒരു മോരിക്കറി ഉണ്ട് കേട്ടോ. പക്ഷെ അത് അമ്മ ഇങ്ങനെ ഉണ്ടാക്കണേന്ന് ഞാൻ കണ്ടിട്ടോ എനിക്കറിയില്ല കേട്ടോ. അമ്മ കൽച്ചട്ടിയില്ലേ അതിലുണ്ടാക്കും കേട്ടോ. ഭയങ്കര ടേസ്റ്റായിട്ട് അമ്മ ഉണ്ടാക്കിയ മോരിക്കറി പിറ്റേ ദിവസമൊക്കെ അതിൻ്റെ ചട്ടിയിൽ എൻ്റെ ചോറിട്ടുന്നുണ്ട്. ഭയങ്കര ഇഷ്ടമാട്ടോ, ഭയങ്കര ടേസ്റ്റ്. അപ്പോൾ ഞാൻ ഒരു 1/4 കിലോ ചേനയും ഒരു നേന്ത്രക്കായും കേട്ടോ ഞാൻ ഇട്ടത്. ഒരിക്കൽ എത്രത്തോളം അത് ഇഷ്ടപ്പെടുന്ന അറിയാൻ തന്നെ ഒരുപാട് ഞാൻ ഉണ്ടാക്കിയാൽ നിന്നില്ല. കുറച്ച് എൻ്റെ ഒരു ആഗ്രഹത്തിന് എനിക്ക് എന്താ കുറേ ദിവസമായി ഞാൻ പറയണു എന്നോടില്ലേ ഈ മോരിക്കറി വെക്കണം. അപ്പോൾ ഇന്ന് എന്തായാലും മോരിക്കറി വെക്കാൻ വെച്ചിട്ട് അപ്പോൾ ഞാൻ ചേന നേന്ത്രക്കായൊക്കെ കഴുകി അതിലേക്ക് മഞ്ഞപ്പൊടിയും കറിവേപ്പിലും പിന്നെ നമുക്കത് വെന്ത് കിട്ടാനുള്ള വെള്ളം ഒഴിച്ചു കേട്ടോ. അപ്പോൾ നമ്മളെ മീൻ കറിയിൽ വെള്ളം ഒഴിച്ചിട്ട് പുളി ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറയുന്നത് മീൻ കറിയിൽ നമ്മൾ ആവശ്യത്തിനുള്ള പുളിയും വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നിട്ട് അതിലേക്ക് നമ്മൾ തിളച്ച് വന്നപ്പോൾ നമ്മൾ ഈ മീൻ കഷ്ണങ്ങളും കാര്യങ്ങളൊക്കെ ഇട്ടു. ഞാൻ കുടംപുളി എല്ലാം ഇട്ടത്, വാളംപുളി പിഴിഞ്ഞ് ഒഴിക്കുകയും ചെയ്തിട്ടാണ്. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടം, മാങ്ങ ഇടണമെങ്കിൽ മാങ്ങ ഇടാം, കുടംപുളി ഇടുന്നവർക്ക് കുടംപുളി ഇടാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. എനിക്ക് പുളി പിഴിഞ്ഞ് വയ്ക്കാൻ ഇഷ്ടം തോന്നിയിട്ട് അങ്ങനെ പുളി പിഴിഞ്ഞ് ഒഴിച്ചു. അപ്പോൾ അങ്ങനെ ഏകദേശം തിളയ്ക്കുന്നതിൻ്റെ ഉള്ളിൽ നമ്മുടെ മോരിക്കറിക്കുള്ള അരപ്പുണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മളൊരു തേങ്ങ എടുത്തു. ആ തേങ്ങയിലേക്ക് ജീരകം ഒരു 1/4 ടീസ്പൂൺ കൊടുത്തിട്ട് ജീരകം, 4 പച്ചമുളകാണ് ഇട്ടത്. പച്ചമുളക് ഇപ്പോൾ തീരെ എരിവില്ല. അപ്പോൾ 4 പച്ചമുളക് ഇട്ടു. 1 ടീസ്പൂൺ കൊടുത്തോളം നമ്മൾ ചെറിയ ജീരകം, നല്ല ജീരകം അതിട്ട് കൊടുത്തു കേട്ടോ. പിന്നെ നമ്മൾ ഇട്ടുള്ളത് മുഴുവൻ കുരുമുളകില്ലേ അതാട്ടോ, അതൊരു ടീസ്പൂൺ കൊടുത്തോളം നമ്മുടെ എരിവിനനുസരിച്ച് എങ്ങനെയാണെങ്കിൽ അങ്ങനെ കേട്ടോ അതിട്ട് കൊടുത്തു. പിന്നെ ഈ മോരിക്കറി ഉണ്ടാക്കുമ്പോൾ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത പുളിയുള്ള മോരാണ് കേട്ടോ. തീരെ പുളി കുറഞ്ഞ തൈരാകുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. കുറച്ച് പുളിയുള്ള മോരാവണം. അങ്ങനെ അപ്പം അതിനുള്ള പാക്കറ്റ് വേറൊന്ന് മേടിച്ചു കേട്ടോ. അങ്ങനെ പുളിയുള്ള മോര് മേടിച്ചു, അതരച്ചു. അപ്പോൾ നമ്മുടെ മീൻകറി തിളച്ച് സെറ്റായിട്ട്. അപ്പോൾ ഇങ്ങനെ സാമ്പാർ കായപ്പൊടി അതാട്ടോ ഞാൻ കുറച്ച് തൂവി കൊടുക്കുന്നത്. അപ്പോൾ ഈ മീൻ കറിക്കൊരു നല്ലൊരു സ്മെല്ലാട്ടോ. ഇങ്ങനെ അരിഞ്ഞ് ഉണ്ടാക്കാത്തതുകൊണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇത് നല്ല ടേസ്റ്റ്. ശരിക്കും ഇത് നാളേക്കാട്ടെ നല്ല ടേസ്റ്റ് കറക്റ്റ് വരിക. നാളേക്കാണ് ഈ ഗ്രേവി കറക്റ്റ് ആ പുളി ഉപ്പൊക്കെ ഒന്ന് ഇറങ്ങി ആ മീനിലേക്കൊക്കെ പിടിച്ച് അതൊക്കെ ഒന്ന് സെറ്റാകും. കുറച്ച് ഉപ്പ് കുറവാന്ന് പറഞ്ഞാൽ തരി ഉപ്പും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ വറ്റിയതിൻ്റെ ശേഷം ഇട്ട് കൊടുക്കാമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ നമ്മൾ അരപ്പിൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വെള്ളം വറ്റുന്നതിനോട് കൂടിയിട്ട് നമ്മൾ ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഏകദേശം നമ്മുടെ കറിയൊക്കെ കുറുകി സെറ്റായിട്ട് വന്നിട്ട് നമുക്കിത് കാണുമ്പോഴേ ഊണ് കഴിക്കാൻ ഒരു ആവേശം കേട്ടോ. സത്യം പറഞ്ഞാൽ അങ്ങനെ ഉണ്ടോ ഊണ് കഴിക്കാൻ തോന്നുന്നുണ്ടോ? പിന്നെ മീൻകറി വേണ്ട. അപ്പം തന്നെ മീൻകറി കൊടുക്കണ്ടേ കേട്ടാ. തരില്ല. അപ്പോഴേക്കും നമ്മുടെ ചേനയും കായൊക്കെ വെന്തൂട്ടാ. വെന്തപ്പോൾ അരയ്ക്ക് നമ്മൾ ഈ അരപ്പുണ്ട് നന്നായി ചാന്ത് പോലെ അരയണം കേട്ടോ. പണ്ടൊക്കെ അമ്മയും കേട്ടാ അത് ഞാൻ അരച്ചു കൊടുക്കുക, കൂടുതലും അമ്മയും അരച്ചു കൊടുക്കും. അത് നന്നായി അരച്ച് അത് അരപ്പ് ഒഴിച്ച് കൊടുത്തു. അതിൽ കുറച്ച് നമ്മൾ ജാറ് കഴുകിയിട്ട് ആ ഒരു വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ എന്ത് ചെയ്തു, കുറച്ച് പുളി കുറഞ്ഞ കട്ട തൈരുണ്ടായിരുന്നല്ലോ, ആ ജാറിലേക്ക് ഞാൻ പുളി കുറഞ്ഞ കട്ട തൈരൊന്ന് ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് അതിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഇളക്കി നമുക്ക് എത്ര തിക്നെസ്സിനാണ് അതിനനുസരിച്ചിട്ടാണ്. പിന്നെ ഉപ്പൊക്കെ നോക്കി എല്ലാം സെറ്റാണ് കേട്ടോ. നമ്മൾ മോരുകറി ഈ പറഞ്ഞാൽ മോരുകറി ഭയങ്കര ടേസ്റ്റ്. ഒരു മീൻ വറുത്തതും ഒരു ഉണക്കൽ വറുത്തതും ഈ ഒരു മോരുകറി ഉണ്ടെങ്കിണ്ടല്ലോ വയറ് നിറയെ ചോറുണ്ട് കേട്ടോ. ഒരു തുള്ളി ചാറ് വെച്ചാൽ ഇങ്ങനെ കുഴച്ചുണ്ണാനും ഒക്കെ ഭയങ്കര ടേസ്റ്റാട്ടോ. അങ്ങനെ നമ്മുടെ മോരുകറി കാച്ചാൻ പോട്ടെ. എല്ലാം കറി കാച്ചുന്ന പോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് നമ്മൾ കടുകും ഉലുവയും പിന്നെ നമ്മൾ ഇടുന്നത് വറ്റൽമുളകും കറിവേപ്പിലും കേട്ടോ. അങ്ങനെ ഇട്ടിട്ട് പൊട്ടിച്ച് നമ്മൾ മോരുകറി ഇപ്പോൾ ഏകദേശം തിളച്ച് വരുന്നുണ്ട്. മോരുകറി ടേസ്റ്റ് ചെയ്യാൻ നമ്മുടെ അനിയോട്ട് അപ്പുറത്ത് വന്നിട്ട് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കുന്നുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ ഈ ഗുളിക കഴിച്ചിട്ട് എൻ്റെ വായയുടെ ടേസ്റ്റൊക്കെ പോയി കിടക്കാൻ ഞാൻ പറയാറില്ലേ. ഇപ്പോൾ എന്തുണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ മാത്രം ടേസ്റ്റ് നോക്കാറ്. അനിയോനെ വിളിക്കും ഒഴിവുള്ളപ്പോൾ. ഇപ്പോൾ നിർബന്ധമായിട്ട് ഞാൻ വിളിച്ച് നോക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ കടുകും ഉലുവയൊക്കെ പൊട്ടിയെന്ന് അതിലേക്ക് നമ്മൾ വറ്റൽമുളകും കറിവേപ്പിലും ഇട്ടു. അതുകൊണ്ട് നമ്മൾ കാച്ചി കൂട്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ മോരിക്കറി. പിന്നെ നമ്മൾ മീൻ വറക്കാൻ വേണ്ടിയിട്ട് എണ്ണ വെച്ച നേരത്താണ് നമ്മുടെ കുണുക്ക് എന്തോ ഒരു കുരുത്തക്കേട് കാണിച്ചു. അച്ഛനും മോനും റൂമിൽ തല്ലി അങ്ങോട്ട് വരുമ്പോൾ എണ്ണ കണ്ടില്ലേ ചൂടായി അടക്കളൊക്കെ ഒന്ന് പുകഞ്ഞു കിട്ടാ. അതിനായിട്ട് അറിഞ്ഞുണ്ടായത് അതറിഞ്ഞു ഇപ്പം കണ്ട. അപ്പോൾ അങ്ങനെ നമ്മൾ മീൻ വറുത്തു. അങ്ങനെ ഇനി ഞാൻ പോയി ചോറിന് കേട്ടോ. അപ്പോൾ ഇതുവരെ കറി ഉണ്ടാക്കാത്തവരാരെയുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് എവിടെയൊക്കെ പോയാലും നമ്മുടെ കുഞ്ഞു വീട്ടിൽ നമ്മൾ ഉണ്ടാക്കിയൊരു ചോറും ചമ്മന്തി കഴിക്കുമ്പോൾ അതിന് നമ്മൾ എത്ര വില കൊടുത്താലും നമുക്ക് കിട്ടാത്തൊരു ഇതല്ലേ കേട്ടോ.
നമ്മുടെ സ്വർഗ്ഗം. നമ്മൾ 10,000 രൂപ കൊടുത്ത് നമ്മൾ ഹോട്ടലിൽ നിന്ന് ഫുഡ് ഇട്ട് തരും. അതിൻ്റെ ടേസ്റ്റ് ഇതിൻ്റെ ഒപ്പം പിന്നെ നിൽക്കുമോ? നമുക്ക് ചോറുണ്ടാലും പോയിട്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തിട്ട് ഞാൻ ചോറിനാൻ പോയിട്ടോ. അപ്പോൾ കുണുക്കനും കുണിക്കൊക്കെ പുറത്തേക്ക് പോയിക്കാന്ന് അവരിപ്പോൾ എത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ അവർക്ക് ചോറ് കൊടുക്കുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ഒക്കെ ചെയ്തോ, എല്ലാം ചെയ്തോട്ടെ. അപ്പോൾ ഇത്രയും പറഞ്ഞ് നമ്മൾ പോവാണ്. ബൈ. ബൈ. അടുത്തുണ്ട്.